ടി നസറുദ്ദീൻ മാത്രമാണ് സകല വ്യാപാരികളുടെയും വ്യവസായികളുടെയും ഏക പ്രതിനിധിയെന്ന് ആരും കരുതില്ല. നിയമസഭയിലേക്ക് കയറിപ്പോകാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ എന്താണ് അവരുടെ യോഗ്യത എന്ന് ആരും ചോദിച്ചു പോകും. ആവശ്യം നേടിയെടുക്കാനുള്ള പോരാട്ടമാണല്ലോ ആസൂത്രണം ചെയ്യുന്നത്. ചെങ്ങറ സമരക്കാരെ മാതൃകയാക്കാനാണ് ആഹ്വാനം. കേട്ടാൽ നിർദോഷമായ ഒരു പ്രസ്താവന. പാവപ്പെട്ട ആദിവാസികൾ ചെങ്ങറയിൽ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശമായിരുന്നു അവരുടെ ഭൂമി. അവർ ചെയ്ത സമരത്തിനപ്പുറത്ത് ആദിവാസികളടക്കമുള്ള ദളിതരോട് സ്വീകരിക്കുന്ന സമീപനം മലയാളിക്കാകെ ചരിത്രത്തിൽ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നല്ലോ. ഇപ്പോഴിതാ ചെങ്ങറയിലെ ആദിവാസികളെ ചൂണ്ടിക്കാട്ടി ആവശ്യം നേടിയെടുക്കാൻ ഇറങ്ങുന്നു നസറുദ്ദീൻ. അവകാശമില്ലാത്തവർ ഭൂമി നേടിയെടുത്തു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട്. ആ ചെങ്ങറയിലെ സമരം കണ്ടു പഠിച്ച എഴുത്തും വായനയും അറിയാത്തവർ ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ 10 ഏക്കർ ഭൂമി വേണം, അവിടെ സ്ഥലം വേണം, ഭൂമി വേണം. ഞാൻ തേക്കങ്കാട് മൈതാനത്ത് വന്നിട്ട് ഈ ഭൂമി എനിക്ക് അറിഞ്ഞു തരണമെന്ന് പറയുന്ന പോലെ അവകാശമില്ലാത്ത സ്ഥലത്ത് ഭൂമി അറിഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോ ഹൈക്കോടതി പറഞ്ഞ് അവരവിടെ നിന്ന് മാറ്റിയെന്ന്. ഹൈക്കോടതി പറഞ്ഞ് മാറ്റാൻ വേണ്ടി അവർ പറഞ്ഞ് ഞങ്ങളെ മാറ്റിയാൽ ഞങ്ങൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്താളിയുന്നു, ഞങ്ങൾ ആത്മഹത്യ ചെയ്താളിയും, ഞങ്ങൾ വെടിയിച്ച് മരിച്ചാളിയും. ഹൈക്കോടതി പറഞ്ഞ അവർ അവിടുത്തെ നിന്നോട്ടെന്ന്. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി വന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 50 സെന്റ് വരുന്നത്. വെറുതെ പോകുന്നതിന് ഭൂമി കൊടുത്ത രാജ്യത്ത് അവകാശങ്ങളെ പറ്റി ബോധ്യമില്ലാത്തൊരു സമുദായത്തിന് ജീവിക്കാൻ അർഹതയില്ല. വെറുതെ അല്ല സാർ നിങ്ങളുടെ പ്രതിനിധി നിയമസഭയിൽ എത്താത്തത്. ഇത്രയും ജനവിരുദ്ധമായ മനസ്സും കൊണ്ട് നടക്കുകയല്ലേ. ഉമ്മൻചാണ്ടി പോയിട്ട് VS പോലും നിങ്ങൾക്ക് ചായ വാങ്ങിച്ചു തന്നേക്കില്ല. ആദ്യം മനസ്സൊന്ന് ശുദ്ധമാക്കണം. ശുദ്ധിയും അശുദ്ധിയും വേർതിരിക്കാൻ നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.